ആം ആദ്മി പാർട്ടി ദില്ലിയിൽ നേരിട്ടിരിക്കുന്നത് വലിയൊരു തിരിച്ചടിയാണ്. കഴിഞ്ഞ കാലങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ബി.ജെ.പി. അധികാരത്തിൽ വരാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നു. 27 വർഷത്തിന് ശേഷം ബി.ജെ.പി. അധികാരത്തിൽ വരുന്നു എന്നത് ഈ കഴിഞ്ഞ ബജറ്റ് ഉൾപ്പെടെ നോക്കുകയാണെങ്കിൽ മധ്യവർഗത്തിനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ബി.ജെ.പി. സർക്കാരിന്റെ ബജറ്റ് വരുന്നത്, കേന്ദ്ര ബജറ്റ് വരുന്നത് ഡൽഹിയെയാണ് പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്ന വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. അതുതന്നെയാണ് സ്വാഭാവികമായും സംഭവിച്ചിരിക്കുന്നത്. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന നിലയ്ക്കല്ല ബി.ജെ.പി. അവിടെ തെരഞ്ഞെടുപ്പിന് നേരിട്ടത്. പ്രാദേശികമായ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബി.ജെ.പി. പ്രാദേശിക തലത്തിൽ നടത്തിയൊരു കാര്യം കൂടിയുണ്ട് ഈ തിരഞ്ഞെടുപ്പിനെ മുൻനിർത്തി മാത്രം. കേവല ഭൂരിപക്ഷത്തോടെ ബി.ജെ.പി. അധികാരം പിടിച്ചെടുത്തിരിക്കുന്നു. അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയും ഉൾപ്പെടെ എ.പി.യുടെ പ്രമുഖ നേതാക്കളൊക്കെ തോൽവി ഏറ്റുവാങ്ങിയിരിക്കുന്നു. സാഹചര്യം ഏറെ ദയനീയകരമായ സാഹചര്യം എന്ന് തന്നെ വേണമെങ്കിൽ നമുക്കത് പറഞ്ഞു വെക്കാൻ സാധിക്കും. അതെ, കേജ്രിവാൾ ജയിലിൽ നിന്നിറങ്ങി തെരഞ്ഞെടുപ്പിനെ നേരിട്ട ഒരു ഘട്ടം കൂടി ഉണ്ടായിരുന്നു. മാത്രമല്ല പല മദ്യനയ അഴിമതി ആരോപണങ്ങൾക്ക് വിധേയമാകേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. തികച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആരോപണങ്ങളൊക്കെ തന്നെ ഈ ഒരു ജനവിധിയെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. കോൺഗ്രസ് ഇത്തവണയും പൂജ്യത്തിൽ ഒതുങ്ങി, മൂന്നാമത്തെ തവണയും. രാജ്യതലസ്ഥാനം മാറി ചിന്തിച്ചു. ആം ആദ്മിയുടെ ഹാട്രിക് ഭരണം അവസാനിച്ചു. ഇന്ദ്രപ്രസ്ഥം ഇനി ബി.ജെ.പിയുടെ കൈകളിൽ. 27 വർഷത്തിന് ശേഷം വ്യക്തമായ ആധിപത്യത്തോടെയാണ് ബി.ജെ.പിയുടെ തിരിച്ചുവരവ്. 70 സീറ്റുകളിൽ 48 സീറ്റുകളിലും ആധികാരിക ജയം. ആം ആദ്മിയുടെ തേരോട്ടം 22 സീറ്റിൽ ഒതുങ്ങി. അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദിയ, സൗരഭ് ഭരദ്വാജ്, സോമനാഥ് ഭാരതി തുടങ്ങി എ.പി.യുടെ പ്രധാന നേതാക്കളെല്ലാം തോറ്റു. മുഖ്യമന്ത്രിയായിരുന്ന അതിഷി കഷ്ടിച്ചാണ് കടന്നു കയറിയത്. ബി.ജെ.പിയുടെ പർവേസ് സാഹിബ് സിംഗ് ആണ് ന്യൂദില്ലിയിൽ അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയത്. മാളവിയ നഗറിൽ ബി.ജെ.പിയുടെ സതീഷ് ഉപാധ്യായ എ.പി. നേതാവ് സോമനാഥ് ഭാരതിയെ തോൽപ്പിച്ചു. ഗ്രേറ്റർ കൈലാഷിൽ ബി.ജെ.പിയുടെ ശിഖ റോയി സൗരഭ് ഭരദ്വാജിനെയും, ജംഗ്പുര മണ്ഡലത്തിൽ ബി.ജെ.പിയുടെ തർവീന്ദർ സിംഗ് മർവ മനീഷ് സിസോദിയെയും പരാജയപ്പെടുത്തി. കോൺഗ്രസ് ആകട്ടെ ഇത്തവണയും പൂജ്യത്തിൽ ഒതുങ്ങി. കഴിഞ്ഞ 10 വർഷമായി ഒരു സീറ്റും നേടാനാകാത്ത കോൺഗ്രസ് വോട്ടിംഗ് ശതമാനം 4-ൽ നിന്നും 6.37 ഉയർത്തി. 2020-ൽ 53.57% വോട്ടുകൾ നേടിയ ആം ആദ്മി പാർട്ടി ഇത്തവണ നേടിയത് 43.56% വോട്ട്. ബി.ജെ.പി. 38.51% നിന്നും 45.91% ഉയർത്തി. തോൽവി അംഗീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലായിരുന്നു ആം ആദ്മി ക്യാമ്പ്. ആഘോഷങ്ങൾക്കായി തടിച്ചുകൂടിയ പ്രവർത്തകർ വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂറിൽ തന്നെ നിരാശയിലായി. ഇടയ്ക്കിടെ ലീഡ് ഉയരുമ്പോൾ ആഹ്ലാദം പങ്കിട്ട എ.പി. പ്രവർത്തകർ ബി.ജെ.പിയുടെ മുന്നേറ്റം തുടർന്നോടെ ആരവം അവസാനിപ്പിച്ചു. അതേസമയം ബി.ജെ.പി. ക്യാമ്പ് അട്ടിമറി ജയത്തിന്റെ ആവശ്യത്തിലായിരുന്നു. പ്രവർത്തകർ ബി.ജെ.പിയുടെ ദില്ലിയിലെ സംസ്ഥാന ഓഫീസിലേക്ക് ഇരമ്പിയെത്തി. കൊട്ടും ആരവവും പടക്കപ്പൊട്ടിക്കലുമായി തിരിച്ചുവരവ് ബി.ജെ.പി. ഗംഭീരമാക്കി. 27 വർഷത്തിന് ശേഷം അധികാരം പിടിച്ചെടുത്തതിന്റെ വലിയ ആഘോഷത്തിലാണ് ബി.ജെ.പി. ക്യാമ്പ്. ക്യാമറമാൻ സഞ്ജയ് കശ്യപിനൊപ്പം സിബി ജോസഫ്, കൈരളി ന്യൂസ്, ദില്ലി.